ആദ്യം ഉമ്മ ഇപ്പൊ എന്റെ അച്ഛൻ എല്ലാരും വിളിച്ചിട്ട് കല്യാണം ഉറപ്പിക്കാനുള്ള പ്ലാനാ. അയ്യോ അങ്ങനൊന്നും ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അതെ, പ്ലാൻ ചെയ്തെന്നുള്ളൂ, മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങളോട് കൂടെ നിൽക്കാൻ പറഞ്ഞതല്ലേ ഏറ്റവും വലിയ തെറ്റ്. മജാക്ക് എല്ലാരും പറഞ്ഞു വിട്ടോളാം. ഈയിടെ എങ്ങനെ പറഞ്ഞോളൂ? ഇവിടെ മഴയാണെന്ന് പറഞ്ഞാലോ? ആ വീടിനകത്ത് ആര്യ കുളിക്കുകയാണ്, നാളെ വരാൻ പറഞ്ഞാലോ? പിന്നെ അവള് കിണർ കുത്തിയാണല്ലോ കുളിക്കുന്നത്, നാളെ വരെ. ഒരു കാര്യം ചെയ്യാം, ആര്യയുടെ അച്ഛൻ മരിച്ചുപോയി, നമ്മളെല്ലാരും അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാലോ? ആ അപ്പൊ പുറത്തേക്കുന്നായിരുന്നു നിന്റെ തന്തയോ? അല്ല, ഞാൻ അയാളെ തല്ലി കൊന്നതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞേ. ബെൻസേ കളിക്കല്ലേ. നീ അങ്ങനെ എന്ത് പറഞ്ഞ വിളിച്ചു വരുത്തി? അല്ല, ചേട്ടന്റെ അമ്മ വന്നിട്ടുണ്ട്, അപ്പൊ അച്ഛനോട് വരുവാണെങ്കിൽ നമുക്ക് കല്യാണം ഉറപ്പിക്കാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അമ്മയും അച്ഛനോട് ഒന്നിരുന്ന് സംസാരിക്കട്ടെ, നമുക്കൊരു ചായം കൊടുത്താൽ പറഞ്ഞു വിടാം. അപ്പൊ ആര്യ വരാത്തത് നാണമാണെന്ന് പറയാം. അല്ല, ചായ ഇടണ്ടേ? അതുപോലെ കേട്ട് അങ്ങോട്ട്. അവര് തമ്മിൽ സംസാരിക്കട്ടെ. അതെ, നല്ല രീതിയിൽ പെരുമാറാട്ടോ. ഭാവിയിലെ അമ്മയച്ഛനെ. എന്തുവാടാ? ഇല്ല, അനിയത്തെ കണ്ട സന്തോഷം. പുന്നാര മോള് തൊലയ്ക്കാൻ വന്നേക്കുക. നീ എന്താ ഇവിടെ? അമ്മ അറിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരാൻ. അതെ, തല്ലിപ്പിരിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുന്ന പോലെ ഷോക്ക് കാണിച്ചത് എന്നെ ഇവിടുന്ന് പറഞ്ഞിടാൻ വേണ്ടിട്ടായിരുന്നല്ലേ? അയ്യോ, എന്തൊരു ബുദ്ധി, മനസ്സിലായി കളഞ്ഞല്ലോ. ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല. അത് നമുക്ക് ഇപ്പോഴാ മനസ്സിലായി. എന്തുവാടാ ഒരു രഹസ്യം പറിച്ചില്? അല്ല സീത ഇത് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നില്ലേ, അപ്പൊ അതുകൊണ്ട് അമ്മയോട് പോയെന്ന് ഫ്രഷ് ആവാൻ പറയുമായിരുന്നു. അവള് യാത്ര ചെയ്തോന്നിന് ഞാൻ എന്തിനാ ഫ്രഷ് ആവുന്നേ? രണ്ടുപേരും യാത്ര ചെയ്തെന്നല്ലേ വന്നത്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ പോയി ഫ്രഷ് ആവും, ആര്യ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. ചെല്. അമ്മ എവിടെ നിന്നേ? ഇതോടെ കൊണ്ടേക്കാം. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ചേട്ടന്റെ ഉദ്ദേശം? അമ്മയൊക്കെ വിളിച്ചിരുത്തി കല്യാണം ഉറപ്പിക്കാനുള്ള പ്ലാനാ? ആണെങ്കിൽ നീ എന്തോ ചെയ്യും? ദൈവം ഇത് കുളവാക്കരുത്. ഞാനായിട്ട് ഒന്നും കുളവാക്കുന്നില്ല, എല്ലാം താനേ കുളവായിക്കോളും. അമ്മ അവളോട് മിണ്ടി തുടങ്ങുമ്പോൾ തന്നെ അവളെ വെറുക്കും. അതൊക്കെ നേരിട്ട് കാണാനാ ഞാൻ വന്നിരിക്കുന്നത്. അതുവരെ ഞാനൊരു അക്ഷരം മിണ്ടത്തില്ല. ഡാ, ഇവിടെ കൊച്ചു കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഇതാരുടെയാ? അതെന്റെ അപ്പച്ചി. അതിന് നീ മുണ്ടല്ലേ കൊടുക്കുന്നത്? അത് ഞാൻ കുളത്തിൽ ഇറങ്ങുമ്പോ ഇടുന്നതാ. ഓ, അതിനിവിടെ കുളമുണ്ടോ? കുളം ഉണ്ടല്ലോ, അങ്ങ് സന്ദീപിന്റെ വീട്ടിന്റെ അപ്പുറത്ത് കുളമുണ്ട്. കുളമായി തുടങ്ങി. അല്ല, എത്ര നാളിങ്ങനെ കള്ളം പറഞ്ഞ് നിൽക്കാനാ പ്ലാൻ? കല്യാണമാണല്ലോ മുഖ്യം, അതുവരെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോണമെന്നാണ്. അതെ. ഓ, ഈ അമ്മയെ വിളിക്കലും പ്ലാനിങ്ങും ഒക്കെ ബെൻസാന്റെ ഐഡിയ ആയിരിക്കും അല്ലേ? ഇതെല്ലാം ആര്യ പ്ലാൻ ചെയ്താ. ആര്യക്ക് ഒരേ ഒരു വാശി, ചേട്ടനെ പെട്ടെന്ന് കെട്ടണമെന്ന്. നമ്മൾ എത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് കേൾക്കുന്നില്ലെന്നേ. ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലാന്ന്? സീതേ, അടുത്ത എക്സാം നമുക്ക് പരീക്ഷയാ, എന്നിട്ട് എവിടെ ഇങ്ങനെ പഠിക്കാൻ വന്നിരിക്കുന്ന ബ്ലഡി ബാക്ക് ബെഞ്ചർ. സീതയെ വിളിച്ചു വരുത്തിയത് ആരുടെ പ്ലാനാണോ? അത് ചെകുത്താന്റെ പ്ലാനാ. സത്യമായിട്ട് ഇത് നമ്മുടെ ടെസ്റ്റിലില്ലായിരുന്നു. ഇനി ആരൊക്കെ വരാനുണ്ട് കാർത്തി? സത്യമായിട്ട് ഇനി ആര്യയുടെ അച്ഛനോട് വരാനുള്ളൂ. അതെ, ആര്യയുടെ അച്ഛനാ. പുള്ളിക്ക് 100 വയസ്സാ, തല്ലിക്കൊന്നാലും ചാവൂല. ദേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പോലെ കള്ളം പറഞ്ഞ് പിടിച്ചിക്ക് എനിക്ക് അറിയത്തില്ലാന്ന്. നിങ്ങളുടെ ഈ പിള്ളേരിലേക്ക് വെറുതെ അച്ഛനെ കൂടി കോമാളി ആക്കല്ലേ. പറഞ്ഞു വിട് പ്ലീസ്. ഓ, അപ്പൊ മാഡത്തിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലേ? മാഡത്തിന് അച്ഛനെ പറഞ്ഞു വിടണം. വിളിച്ചിരുത്തി ഒരു ചായ കൂടെ കൊടുത്തിട്ടേ ഞാൻ വിടുന്നുള്ളൂ. അങ്കിൾ ഹായ്. ആരാ? ആര്യയുടെ അച്ഛനല്ലേ? ഞാൻ അനിയത്തിയാ. അതിനെനിക്ക് ഒരു മോളല്ലേ ഉള്ളൂ. ഞാൻ കാർത്തികേട്ടന്റെ അനിയത്തിയാണെന്ന്. ഓ, പാഞ്ചാലി. പാഞ്ചാലി അല്ല, സീത. അങ്കിളിങ് വന്നേ. ഈ പുരാണത്തിലൊക്കെ എനിക്കും വലിയ പടിയാണ് കേട്ടോ. ഈ പൂതലയുടെ ഗ്രാൻഡ് ഉണ്ട്, ആ ഗ്രാൻഡ് പാ. മോനെ, കാർത്തി മോനെ, ഒടുവിൽ നീ വിജയിച്ചു അല്ലേ? നീയല്ലേ സ്കോർപിയോ? സ്കോർപിയോ അല്ല, ബെൻസ്. ഏത് വണ്ടികളാവട്ടെ, റോട്ടിൽ കൂടി തന്നെ ഓടണേ. ആര് ഇന്നലെ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് മോൻ വിളിച്ച് പറഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം കാർത്തിക് മോൻ അറിയോ? മോനില്ലായിരുന്നെങ്കിൽ ആ സന്തോഷം ഞാൻ ഇവന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്റെ മോളെ. അല്ല, എനിക്ക് എന്റെ ലോജിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് എനിക്ക് എന്റെ മോളെ കെട്ടി നിർത്താൻ മതിയെന്ന്? അതിപ്പോ ഇവൻ ആരാന്ന് പറഞ്ഞ? എന്റെ മാമന്റെ മോൻ. ഏത് മാമന്റെ മോനായി? എനിക്കൊരു കുഴപ്പമില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ വരവ് ഫുൾ പാഴായിപ്പോയി. അച്ഛാ, ഈ ചേട്ടനും ആരെയും തമ്മിലുണ്ടല്ലോ ഭയങ്കര പ്രേമത്തില. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം വേഗം നടത്തണം. അത് ആലോചിക്കാനല്ലേ ഞാൻ വന്നത്. എങ്കിൽ അച്ഛൻ ഇരുന്നോ, ചായ എടുക്കാം. ഞങ്ങൾ ചായ എടുത്തിട്ട് വരാം. ചായയിൽ ചൂടിടാവോ? ചൂടോ? വിത്തൗട്ട്
അപ്പൊ ചൂട് ഇടണ്ട. ഈ സ്കോർപിയോക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. നീ എന്തേ കാണിക്കുന്നേ? നീ അല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞേ ഞാൻ ഒന്നും മിണ്ടുന്നില്ല, എല്ലാം നോക്കി എന്ന് രസിക്കാൻ വന്നാന്ന്. എന്നിട്ടിപ്പോ അതെ, അമ്മയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അറിഞ്ഞു അച്ഛനും അമ്മാവനും കുടുംബക്കാരെല്ലാരും കൂടെ വന്ന് കല്യാണം ഉറപ്പിക്കാനുള്ള മട്ടാണെന്ന്. അങ്ങനെ ഇപ്പൊ ഈ കല്യാണം നടത്തണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. സീതെ, നിനക്ക് നിന്റെ ചേട്ടനെ അറിഞ്ഞുകൂടാത്തോണ്ടാ ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ ചേട്ടനെ കല്യാണം പിന്നെ നടക്കത്തില്ല. എന്റെ ചേട്ടനെ ബ്രഹ്മചാരിയായിട്ട് വീട്ടിൽ വെച്ച് പൂജിച്ചാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തത്തില്ല. അവളെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തൂല്ല. നിനക്ക് ബ്രഹ്മചാരി എന്തുവാന്നറിയാവോ? അതിന്റെ അർത്ഥം അറിയാവോ? ആ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയൊക്കെ ബ്രഹ്മചാരിയല്ലേ? എന്ത് പവറുള്ള ആളാ ഭഗവാനെ. എടി മൂത്ത് നരച്ചു കഴിഞ്ഞിട്ട് പവർ കിട്ടിയിട്ട് എന്തിനാടി? ഇപ്പൊ മൂത്ത് നരയ്ക്കാതെ കെട്ടിയിട്ട് എന്ത് കാണിക്കാനാ? കെട്ടിയിട്ട് ചേട്ടന് ഒരുപാട് കാണിക്കാനുണ്ട്. അല്ല, കുടുംബം നടത്തി കാണിക്കാണ്ടെന്ന്. അങ്ങനെ ഇപ്പൊ അവളുമായിട്ട് കുടുംബം നടത്തണ്ട. ഒരു പച്ച പരിഷ്കരിയായിട്ട് കുടുംബം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. എടി സീതെ, നിന്റെ ചേട്ടന്റെ കല്യാണം നടന്നാലേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ. അത് നീ ഒന്നും മനസ്സിലാ. നിങ്ങള് ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അമ്മ ഇഷ്ടത്തില്ല. പക്ഷെ ചേട്ടന്റെ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മുടെ കല്യാണം നടത്തത്തില്ലല്ലോ. ഈ അയ്യപ്പനും കോശിയും സീസൺ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ചേട്ടൻ അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. സോറി ബെൻസേട്ടാ. എടാ, നിനക്ക് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. ഇവളെയൊക്കെ കിട്ടിയ ജീവിതം പോക്കാ. അളിയ, അതൊക്കെ പിന്നത്തെ കാര്യല്ലേ. നമുക്കിപ്പോ അളിയന്റെ കാര്യം സെറ്റ് ചെയ്യാം. അളിയോ? അളി ഇങ്ങോട്ട് വന്നേ. അമ്മേ, അമ്മേ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. മോന്റെയും മോളുടെയും കല്യാണമായിരിക്കും ചർച്ചാ വിഷയം അല്ലേ? സീതെ, അടക്കിരിക്കേ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടും. എന്താന്ന് വെച്ചാ കാര്യം പറ. അമ്മേ, അമ്മ വിചാരിക്കുന്ന പോലെ ചേട്ടനും ഉള്ളുമായിട്ട് അങ്ങനത്തെ ഒരു ടേംസ് ഒന്നും ഇല്ല. ടേംസ് അല്ലെന്നോ എന്നുവെച്ചാ? അതേപ്പറ്റി നമ്മൾ ഈ ഡേറ്റിന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതൂലേ, അത് ഇവരെന്ന് കളഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അത് നമുക്ക് വേറെ എഴുതാൻ. സീതേ, ബെൻസേട്ടാ, വഴിതെറ്റിക്കല്ലേ, വഴിതെറ്റിച്ച് വിടല്ലേ. അമ്മേ, ദേ ഈ നിൽക്കുന്ന ഇവളുണ്ടല്ലോ. ഈ നിൽക്കുന്ന ഇവള് ഈ അച്ഛന്റെ മോള്. അയ്യോ അല്ല. അയ്യോ അല്ലെന്ന്, അച്ഛന്റെ മോൾ അല്ലെന്ന്. എന്റെ മോളെ രാത്രി 11:55 ജനനം. കേട്ടോ, സ്വന്തം മോളാണ്, നിങ്ങൾ സംശയിക്കല്ലേ? അയ്യോ അമ്മേ, ഇവരെല്ലാരും കൂടി ഒത്തു കളിക്കുവാണേ. ഒത്തുകളിക്ക് ഇത് IPL ആണല്ലോ. അമ്മേ, നേരത്തെ എടുത്തോണ്ട് വന്ന ഇറക്കമുള്ള ജട്ടിയില്ലേ, അത് ആരുടെയാന്നാ വിചാരം? അത് ബെൻസിന്റെ അല്ലയോ? അല്ല അമ്മേ, അത് അപ്പച്ചി, എനിക്കൊരു സത്യം പറയാനുണ്ട്. ആ കുട്ടി നിൽക്കാറ് എന്റെ കൂട്ടുകാരൻ ബാലന്റെയാ. ബാലനോ? എന്നിട്ട് അവനെന്തേ? അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ കൂട്ടുകാരനോ? അതല്ലേ പറഞ്ഞ അവൻ ബാലനാണെന്ന്. അമ്മേ, ഇവരെല്ലാരും കൂടി ഒത്തു കളിക്കുന്നതാണ്. അമ്മ ഇത് ഇവളുടെ എത്രാമത്തെ ഡേറ്റ് കാണുന്നെങ്കിൽ അമ്മയ്ക്ക് അറിയാവോ? ഞങ്ങൾ ഇവിടെ വന്നിട്ട് 9 ദിവസമായി. അപ്പൊ 9ാമത്തെ ഡേറ്റിംഗ് അമ്മേ. ചേട്ടാ, എന്നെ വട്ടാക്കല്ലേ, വട്ടാക്കല്ലേ. എനിക്കൊരു കാര്യം മനസ്സിലായി. ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. ആ കുട്ടി പറയാൻ അനുവദിക്കൂ. അതന്നെ. താങ്ക്സ് അപ്പൂപ്പ. ആദ്യത്തെ അപ്പൂപ്പൻ നീ ഒരു അക്ഷരം മിണ്ടരുത്. ബാക്കിയൊരു മിണ്ടിക്കോ. അയ്യോ, ഞാനിപ്പോ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ദുഃഖിക്കും. നീ പറയടി, ആരും നിന്നെ തടയത്തില്ല. അതെ, സീതയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. നീ ഉണ്ടായടാ, അവള് പറയട്ടെ. അമ്മേ, നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു പെണ്ണൊന്നും അല്ല ഇവള്. ചേട്ടന് മുമ്പും ഇവള് വേറൊരാളെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ. എന്നിട്ടാ പിന്നെ നാണോ ഇല്ലാണ്ട് വന്ന് നിൽക്കുന്നേ. ഉള്ളതാന്നോടാ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരെയും ഇഷ്ടമാണ്. എവക്കോ? അമ്മേ, വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി എടുത്തിയാടി ചെയ്യുന്ന ഒരാളുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല അമ്മേ. കേട്ടല്ലോ, അവക്ക് നിന്നെ വേണ്ടെന്ന്. പിന്നെന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? എല്ലായിടത്തോണ്ട് ഇറങ്ങാൻ നോക്ക്. അത് ശരി, വീണ്ടും നീ ഇതിനെ ടച്ച് പോവാ? എന്നാലും വളരെ മോശമായി പോയി ചേട്ടാ. ഇല്ല അമ്മേ, നാത്തുവിനെ പിന്നെ ഇട്ടിട്ട് പോകാൻ തോന്നിയത് വളരെ മോശം. ബെൻസേട്ടൻ പറഞ്ഞിട്ടൊന്നും അല്ല അച്ഛനമ്മയൊക്കെ വന്ന്, ഞാൻ വിളിച്ചിട്ടാ. അന്ന് ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അതിന്റെ പിന്നാലെ ഞാനും പോരാന്ന് പറഞ്ഞ് പെട്ടിയും കിടക്കിയായിട്ട് ഇറങ്ങിയപ്പോഴാ ചേട്ടൻ പോയതിന്റെ വിഷമത്തിൽ കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന നാത്തൂനെ ഞാൻ കണ്ടേ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കും ഇച്ചിരി വിഷമമായി. പിന്നെ ഡേറ്റ് ചെയ്യാൻ വന്ന ആൽവിൻ്റെ കാര്യമോ നിങ്ങളുടെ കാര്യമോ ഒക്കെ നാത്തൂൻ എന്നോട് പറഞ്ഞു. കൂട്ടത്തിലേ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. അതിലാ സത്യത്തിൽ ഞാൻ വീണ. സീതേ, ഒരേ ലൈഫ് സ്റ്റൈലും ഒരേ തോട്ട് പ്രോസസ്സൊക്കെ ഉള്ള ഒരാൾ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ കാർത്തിയുടെ എൻ്റെയും ലൈഫ് സ്റ്റൈലും തോട്ട് പ്രോസസ്സും എല്ലാം ഡിഫറെൻറ്റാണ്. എന്നിട്ടും കാർത്തി എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു സെക്കൻഡ് പോലും എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കിഷ്ടം എനിക്ക്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അമ്മയും ചേട്ടനെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ചേട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ.
പിന്നെ അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചു വരുത്തി ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ അഭിനയിക്കാൻ പറഞ്ഞതും ഒക്കെ എന്റെ പ്ലാനിങ് ആയിരുന്നു. ഓ, അപ്പൊ ഇത്രയും നേരം ഞങ്ങളെ കളിയാക്കി എൻജോയ് ചെയ്യുമായിരുന്നു അല്ലേ? ചേട്ടാ ചുമ്മാ ഒരു രസത്തിന്. അപ്പൊ നിങ്ങളുടെ രസം നടക്കട്ടെ, ഞങ്ങൾ പോയേക്കുവാ. വേണം മനസ്സിലായി. നിക്കണവിടെ. എന്ത് പറഞ്ഞാലും ഒരു ഇറങ്ങിപ്പോക്ക്. ഇനി നീ ഇറങ്ങിപ്പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. എടാ മനസ്സേ, എന്തുവായിരുന്നു 30 വയസ്സ്? 5 കേട്ടല്ലോ, ഒരു ഡേറ്റ് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും കല്യാണത്തിന്റെ. എതിർപ്പൊന്നുമില്ലല്ലോ? ഇല്ല. ആ എന്നാ ഇങ്ങോട്ട് മാറിയിക്കേ. ഒരു സൈഡ്. ഹായ്. എന്തു പറ്റി പെട്ടെന്ന് അങ്ങ് തണുത്തതും? അമ്മ. ഓ, നിങ്ങൾ 90s കിഡ്സ് കൂടുതലും അമ്മ പിള്ളേരാണല്ലേ? നമ്മുടെ ഡീലിങ്സ് മുഴുവൻ അമ്മയായിട്ടാ. അച്ഛനുമായിട്ട് വൈബ് സെറ്റ് ആവൂല. അപ്പോ ഇനി എന്താ പ്ലാൻ? പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ നാളത്തെ അറപ്പുരയ്ക്ക് നമുക്കങ്ങ് വിട്ടാലോ? ശരിക്കും? ശരിക്കും. എന്നിഴലിൽ നീ എന്നിൽ ചേരുന്ന നേരത്ത് നെഞ്ചിരി ഞാൻ കണ്ടേ കണ്ടേ. എന്നിഴലിൽ നീ എന്നിൽ ചേരുന്ന നേരത്ത് നെഞ്ചിരി ഞാൻ കണ്ടേ കണ്ടേ.